ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷാണ്. എടി ഷിഞ്ചിതേ, നിനക്ക് ജാമ്യം നിഷേധിച്ചല്ലേ? അങ്ങനെ തന്നെ നിനക്ക് വേണം. നിനക്ക് പുറത്തിറങ്ങിയിട്ട് വേറെ ആൾക്കാരെ കൊല്ലാനായിരിക്കും അല്ലേടി? ഷിഞ്ചിത അവള തേങ്ങ കൊല പേര്. നീ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാടി ഞങ്ങൾക്ക്. വിശ്വസിച്ച് ബസ്സിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. നീ ഒരുത്തി കാരണം. നീ മാത്രമല്ല, മറ്റേ വേറൊരുത്തി ഉണ്ടല്ലോ, എന്ത് അപ്സ, അവക്കും ഉണ്ട് വാണിങ്ങാണ് അവക്കും. അവളും ജയിലിൽ കയറാൻ കിടക്കുന്നേ ഉള്ളൂ. ഷിഞ്ചിതേ, നീ ജാമ്യം എടുത്തിട്ട് എവിടെയാണ് പോണതേ? നിനക്ക് ജാമ്യം കിട്ടിയിട്ട് നിനക്ക് ആൾക്കാരെ സ്വാധീനിച്ച് നിൻ്റെ പക്ഷത്താക്കാനായിരിക്കും അല്ലേ? അമ്പത് പൊളുസ്. അത് നടക്കില്ലടി, ഒരിക്കലും നടക്കൂല. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗായ്സ്, അതൊരു സന്തോഷ വാർത്തയാണ്. ഈ ഷിഞ്ചിത എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അവളെ പീഡിപ്പിച്ച് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ അടുത്ത് അവൾ ഇട്ട വീഡിയോയിൽ വേറൊരു പെൺകുട്ടിയുടെ മുഖം കൂടെ പതിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവൾ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ആ പെൺകുട്ടി കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് ഇവക്കെതിരെ, ഷിഞ്ചിതയ്ക്കെതിരെ. അങ്ങനെ തന്നെ വേണം സഹോദരി. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇവളെ നമുക്ക് പൂട്ടണം. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മണിച്ചിത്ര താഴിട്ട് പൂട്ടണം. ഇവൾ കാരണം ഇനി ഒരു ആണുങ്ങൾക്കും ഒരു ദുഷ്പേരും ഉണ്ടാകാൻ പാടില്ല. പെങ്ങളെ, നീ കേസുമായി മുന്നോട്ട് പോ. ഷിഞ്ചിതയെ നമുക്ക് അകത്താക്കണം. നീ പുറത്ത് വരാൻ പറ്റാത്ത രീതിയിൽ അകത്ത് തന്നെ കിടക്കണം. ഈ ഷിഞ്ചിത കാരണം ലേഡീസിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാക്കി. ബഹുമാനപ്പെട്ട കോടതി, നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്. നിങ്ങൾ ഷിഞ്ചിതയ്ക്ക് ജാമ്യം കൊടുത്തില്ലല്ലോ. താങ്ക് യു സോ മച്ച്. ഷിഞ്ചിത എന്ന് പറഞ്ഞാൽ ഈ നീചമായ സ്ത്രീ ജയിലിൽ തന്നെ കിടക്കണം. ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല. ഇനിയൊരു ഷിഞ്ചിത ഉണ്ടാകാൻ പാടില്ല.